നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സാന്റോസ് പൊട്ടി. ഫ്ലുമിനൻസിനോട് 2-3 സാന്റോസ് പരാജയപ്പെട്ടു. കളിയിൽ സാന്റോസിനായിട്ട് മികച്ച പ്രകടനം നടത്തിയത് ഗബ്രിയേൽ ബർബോസയാണ്. ഗബ്രിയേൽ ഗോളടിച്ചു. ബഡീലിൻ്റെ വകയും ഒരു ഗോളുണ്ടായിരുന്നു. ഫ്ലുമിനൻസിനായിട്ട് സെവറിനോ, കാസ്റ്റിയോ, കെന്നഡി എന്നിവരാണ് ഗോളുകൾ കണ്ടെത്തിയത്. സാന്റോസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11 നെയ്മറും ഗബ്രിയേലും മോയിസസും പൊൻഡംബോയും ഒക്കെ ഒരുമിച്ചിറങ്ങി. മറുഭാഗത്ത് കാസ്റ്റിയോ, സെമ, അലിസൺ, സെവറിനോ എന്നിവരെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഫ്ലുമിനൻസ് കളിക്കാൻ ഇറങ്ങിയത്. കളിയുടെ 9ാമത്തെ മിനിറ്റിൽ തന്നെ ഗബ്രിയേലിലൂടെ സാന്റോസ് ലീഡെടുത്തിരുന്നതാണ്. പക്ഷേ 24ാമത്തെ മിനിറ്റിൽ സെവറിനോയിലൂടെ ഫ്ലുമിനൻസ് ആ ഗോളും മടക്കി. ഇടവേള സമയത്ത് മത്സരം 1-1 സമനിലയായിരുന്നു. രണ്ടാം പകുതിയിൽ 57ാമത്തെ മിനിറ്റിൽ ബഡീലിലൂടെ സാന്റോസ് വീണ്ടും ഗോളടിച്ച് ലീഡ് പിടിച്ചെങ്കിലും തൊട്ടു പിന്നാലെ കസിയോയിലൂടെ ഫ്ലുമിനൻസ് ഒപ്പം പിടിച്ചു. അവസാനം കെന്നഡി ഗോളടിച്ചതോടെ 2-3 വിജയം ഫ്ലുമിനൻസ് സ്വന്തമാക്കിയായിരുന്നു. 12 കളിയിൽ നിന്ന് 23 പോയിൻറ്റുമായിട്ട് ഫ്ലുമിനൻസ് ഇപ്പോൾ ബ്രസീലിയറോ സിരിയയിൽ 3ാം സ്ഥാനത്താണെങ്കിൽ 12 കളികളിൽ നിന്ന് 13 പോയിൻറ്റുള്ള സാന്റോസ് ഇപ്പോൾ 15ാം സ്ഥാനത്താണ്. നെയ്മറുടെ പ്രകടനം എങ്ങനെയെന്ന് ചോദിച്ചാൽ ആവറേജ് പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. കളിയുടെ അവസാനം ഗോളടിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. അത് പുവർ ഡിസിഷൻ മേക്കിങ്ങിലൂടെ അദ്ദേഹം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. നെയ്മർ ഈ ഒരു മത്സരത്തിൽ 83 ടച്ചസ് നടത്തി. ഒരു ബിഗ് ചാൻസ് അദ്ദേഹം വേസ്റ്റ് ചെയ്തു. 7 ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റിൽ 1 മാത്രമാണ് സക്സസ്ഫുൾ ആയത്. 22 ഡിവൽസിൽ 9 മാത്രമാണ് വിൻ ചെയ്തത്. 2 ടാക്കിളുകൾ. കളിയിൽ ഏറ്റവും അധികം ഫൗൾ ചെയ്യപ്പെട്ട നെയ്മറാണ് 5 തവണ. ഏതായാലും ഒരു ആവറേജ് പെർഫോമൻസ്, അതിനപ്പുറത്തേക്കൊന്നും നെയ്മർ ഈ കളിയിൽ നടത്തിയിട്ടില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.